കണ്ടാ പറയോ ഇങ്ങനത്തെ ആളാന്ന്? സ്കൂൾക്ക് പഠിക്കാൻ പോവാതെ കണ്ട പെമ്പിള്ളാരെ നമ്പർ മേടിച്ചു വരിക. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ അറിഞ്ഞു. എന്ത്? സത്യം പറ, ചേട്ടൻ പഠിക്കാണല്ലോ സ്കൂൾക്ക് പോണേ. നീ എന്താ പറയുന്നേ? പഠിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് ഞാൻ സ്കൂൾക്ക് പോകുന്നേ? ഞാൻ ചോദിച്ചത് അതല്ല. ചേട്ടൻക്ക് ഒരു പെണ്ണിനോട് ഇഷ്ടല്ലേ? ഇവനിതെങ്ങനെ അറിഞ്ഞു? അമ്മ പറഞ്ഞതാണോ? അയ്യേ, അമ്മ ഇനി എല്ലായിടത്തും പറഞ്ഞു നടക്കുവോ? ഇനി ഇവൻ തന്നെ അറിഞ്ഞാ മതി, എല്ലായിടത്തും പറയൂ. എടാ പോടാ അവിടുന്ന്, എനിക്ക് അതൊന്നും ഇല്ല. കള്ളം പറയാ. പേര് ഞാൻ പറയട്ടെ? എന്റെ ദൈവമേ, പേര് ഇവനറിയോ? പേര് ഞാൻ അമ്മയോട് പറഞ്ഞില്ലല്ലോ. എങ്കി പറ. REENA. സത്യം പറഞ്ഞാ എനിക്ക് കൂട്ടി വായിക്കാൻ അറിയത്തില്ല, പക്ഷെ പെണ്ണിന്റെ പേരാന്ന് മനസ്സിലായിട്ടുണ്ട്. കൊഴപ്പില്ല, ഞാൻ എവിടെയെങ്കിലും ആരോടെങ്കിലും ചോദിച്ചു നോക്കും ഇത് കൂട്ടി എങ്ങനെ വായിക്കാന്ന്. എടാ പോടാ, അതെന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ, എനിക്കൊന്നുമില്ല. മതി മതി മതി, ചേട്ടൻ അന്തം വിടല് കണ്ട മനസ്സിലാവും. ഈ ഏരിയയിലുള്ള എല്ലാവരോടും ഞാൻ പറയും, ചേട്ടന്റെ ക്ലാസ്സിൽ വന്നിട്ട് ഞാനിത് പറയും. അയ്യോ, അങ്ങനൊന്നും ചെയ്തേക്കല്ലടാ. നീ പറഞ്ഞത് ശരിയാ, എനിക്ക് ഇഷ്ടമാ. എന്താ ചേട്ടാ ഇതൊക്കെ? ഇനിയിപ്പോ ഞാൻ ആരെ പ്രേമിച്ചാ കുഴപ്പമില്ലായിരിക്കും, കാരണം ചേട്ടനെ കണ്ടല്ലേ ഞാൻ പഠിക്കാ. ആവശ്യമില്ലാത്ത പണിക്ക് നീ ഇപ്പൊ പോണ്ട കേട്ടോ. അത് കൊള്ളാം. ചേട്ടനക്ക് എന്തും ചെയ്യാം, അനിയൻക്ക് ചെയ്യാൻ പാടില്ല പറഞ്ഞാല്? അതവിടെ നിക്കട്ടെ, ഇത് നിന്നോടാരാ പറഞ്ഞേ? അതൊക്കെ ഞാൻ കണ്ടെത്തി. നമ്പറൊക്കെ ഉണ്ടല്ലോ കയ്യില്. നമ്പറൊക്കെ അവള് തന്നോ? എങ്ങനെ ചേട്ടൻ നമ്പറൊക്കെ മേടിക്ക? നമ്പറോ? ആരെ നമ്പറ്? REENA, അവളെ നമ്പറ്. ഒന്നും അറിയാത്ത പോലെ എങ്ങനെ ഇതൊക്കെ മേടിക്ക? ഇവൻ എന്താ പറയുന്നേ? നമ്പറോ? അത് റീനയോട് ഞാൻ പറഞ്ഞിട്ടും പോലും ഇല്ല. ഇവനിനി കള്ളം പറയാണോ? എന്നാ പിന്നെ നമ്പർ കാണിക്ക്. ഇതാ നമ്പർ. ദൈവമേ, എടാ മണ്ട, ഇത് നിനക്ക് എവിടെന്നാ കിട്ടിയത്? ചേട്ടന്റെ ബാഗിൽ നിന്ന് തന്നെ. നാളെന്തായാലും ഐസ്ക്രീം മേടിച്ചെന്നോ, ഇത് ആരോടും പറയാതിരിക്കാൻ വേണ്ടിട്ട്. എന്റെ ബാഗ് നിന്നോ? അതെങ്ങനെ? എന്നാലൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാന് ജസ്റ്റ് ഒന്ന് നോക്കിട്ട് തരാനേ. നിനക്കൊക്കെ ഈ ബാഗിലേ പറ്റത്തില്ല. ഇവിടെ ചെയ്യുന്നേ? ഹൃത്തിക്കിന്റെ ബാഗാണല്ലോ. അപ്പൊ ശരിക്കും എന്നോട് അവൾക്കുണ്ടോ? ചിലപ്പോ അവള് വിളിക്കാൻ വേണ്ടിട്ട് തന്നതാവും ഫോൺ നമ്പർ. ഒരു കാര്യം ചെയ്യാം, ഇന്ന് വിളിക്കണ്ട, നമുക്ക് നാളെ വിളിക്കാം. നാളെ വിളിക്കുകയാണെങ്കിൽ ഞായറാഴ്ച കുറെ സമയം നമുക്ക് സംസാരിക്കാലോ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ചേട്ടാ, REENA അവളെവിടെ? വെറുതെ ഇഷ്യൂ ഉണ്ടാക്കല്ലോ. ചേട്ടാ, ഇത് ഒരുമാതിരി സ്വഭാവം കാണിക്കരുത് കേട്ടോ. ഞാൻ ചേട്ടനോട് ഐസ്ക്രീം മേടിച്ചു തരാൻ പറഞ്ഞതല്ലേ. എടാ പോടാ, ഇതൊക്കെ എന്തിനാ ഐസ്ക്രീം വെച്ച് ഡീൽ ചെയ്യുന്നേ? പറ്റത്തില്ല, എനിക്ക് എന്തായാലും ഐസ്ക്രീം വേണം. ഇവൻക്കും വേണം ഐസ്ക്രീം. അപ്പൊ 2 ഐസ്ക്രീം. ഓ തരാം. എന്താടാ? മിണ്ടരുത്, ഇത് ഞാനും ചേട്ടനും തമ്മിലുള്ള പ്രശ്നം. നിങ്ങൾ ആരും ഇടപെടണ്ട. ഇന്ന് ഉച്ചക്ക് 1 മണിക്ക് ഫുഡ് കഴിക്കുന്ന മുന്നേ ഞങ്ങൾക്ക് മേടിച്ചെന്നോണം. അതെ, നീ നാളെ ഈ സ്കൂളിൽ എല്ലാ പിള്ളേരും കൊണ്ടുവരുമോ ഐസ്ക്രീം കൊടുക്കാനായിട്ട്? ഇതനുസരിച്ചില്ലെങ്കിൽ ഞാൻ അതും ചെയ്യും. എന്താ ഇഷ്യൂ? കുന്തം, നിങ്ങളോടല്ലേ പറഞ്ഞേ ഞാനും ചേട്ടനും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ ആരും ഇടപെടണ്ടാന്ന്? ഡാ ഇവിടെ കേറി വന്നിട്ട് ചൂടാവുന്ന പോ. ഇപ്പൊ ഞാൻ പോന്നു, 1 മണിക്ക്. എന്താ? അത് വെറുതെ ഞാൻ ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അവനോട്, അത് ചോദിച്ചിട്ട് വരും അവന്. എന്നാ പിന്നെ അതും കൊടുത്തൂടെ? ഇന്ന് കൊടുക്കണം. വാ, എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു? ഹോ, അത് പിന്നെ ആ ഹൃത്തിക്കുണ്ടല്ലോ, അവനോട് സംസാരിച്ച നേരം പോയത് അറിഞ്ഞില്ല, അതുകൊണ്ട് സോറി. ശരി. നിന്റെ ആ പേപ്പർ കിട്ടിയോ? ഏത് പേപ്പറ്? നീ അന്ന് പറഞ്ഞില്ലായിരുന്നു ഹൃത്തിക്കിന്റെ ബാഗിൽ പോയിന്ന്? ഓ അതോ, അത് കിട്ടിയിട്ടൊന്നുമില്ല. അവനത് കണ്ടിട്ടും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അത് തിരക്കാൻ പോയിട്ടില്ല. അവനൊരു പാവ, അവനതൊന്നും ചെയ്യില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലേ. ശരിയാ. ആരാ? എന്താ ചെറിയ കുട്ടികളെന്തിനാ ഈ വഴി വരുന്നേ? സോറി. പൊക്കോ. റീന, നീ ഇത്ര പെട്ടെന്ന് പേടിച്ചോ? പോയോ? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അത് ഏതോ ഒരു ചെറിയ പയ്യനാ. അയ്യോ, എന്താ? അത് ഹൃത്തിക്കിന്റെ അനിയനായിരുന്നു. എന്റെ ദൈവമേ, ഇനി അവനെങ്ങാനും പറയോ? നിന്നെ അവൻ കണ്ടിട്ടുണ്ടാവില്ലല്ലോ, പിന്നെ എന്തോന്ന് വെച്ച് പറയാനാ? എനിക്ക് പേടിയാവുണ്ട്. ഇതിനൊക്കെ അങ്ങ് പേടിച്ചാലോ? എന്തായാലും ഞാൻ പോവാട്ടോ. ഷോ,
ഇവളെന്തിനിങ്ങനെ പേടിക്കുന്നേ? അവൾ അച്ഛൻ വലിയ ഹീറോ വിചാരിച്ചിട്ട്. ഇനിയിപ്പൊ ഞാനവിടെ നിന്നിട്ട് എന്തിനാ? നീയായിരുന്നോ? അതെ. എന്താ? ഞാൻ കണ്ടു. എന്ത്? ഓ, ഒന്നും അറിയാത്ത പോലെ. അയ്യോ, അപ്പോഴേക്കും നിന്റെ അയ്യ നിന്നോട് പറഞ്ഞോ? പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞ് റെഡിയാക്കി. അതൊന്നും കുഴപ്പമില്ല, ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചു തരാ പറഞ്ഞിട്ട് ഞാനത് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. വളരെ നല്ല കാര്യം, താങ്ക് യു. അയ്യേ, എന്തിനാ താങ്ക്സ് ഒക്കെ പറയുന്നേ? അത് പിന്നെ ഞാൻ അതൊന്നും കുഴപ്പമില്ല. പിന്നെ എനിക്കുണ്ട് കേട്ടോ. ഞാൻ ആരോടും പറയില്ല. പിന്നെ ഈ കാര്യം നീ ആരോടും പറയരുത് കേട്ടോ. ആരോടെന്ന് വെച്ചാ ആരോടും പറഞ്ഞ എന്റെ അച്ഛൻ. ഹേയ്, അതൊക്കെ നമുക്ക് ശരിയാക്കാം. അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമില്ലല്ലോ. നമുക്കോ? എന്തോന്ന് നമുക്ക്? ഞാൻ പറഞ്ഞോളാം. ഓ, നീ പറഞ്ഞാ തീരാവുന്നാണെങ്കിൽ നീ പറഞ്ഞ് ശരിയാക്കിക്കോ, നോ പ്രോബ്ലം. എല്ലാം നീ പറഞ്ഞ പോലെ. ശരി, ഞാൻ പോട്ടെ. അപ്പോഴേക്കും പോയോ? ഹൃതിക്, എന്താടാ ക്ലാസ് പോണ്ടേ? ആ, വാ. റാം, നീ എവിടെയായിരുന്നു? ഞാനിവിടൊക്കെ ഉണ്ടായിരുന്നു. എവിടെ പോയിരിക്കുക ഇവന്? എവിടായിരുന്നു? ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയതാടാ. എന്നാ പിടിക്ക്. മറ്റവൻ എവിടെ? ഏത് മറ്റവൻ? മറ്റവൾ. പരിചയപ്പെടുത്തി കൊടുക്ക്. എന്റെ പേര് സോന. ഇതാരാ? ദിസ് ഈസ് മൈ ഗേൾ ഫ്രണ്ട്. ഗേൾ ഫ്രണ്ടോ? ചേട്ടൻ കാവാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കൂടെ വെച്ചിട്ട് ഇന്നലെ ഒന്നിനെ എടുത്തു. ആദ്യ സോന അലിവേ മത്തിക്കറി പോലെ ഉണ്ട്. ഹലോ മിസ്റ്റർ, അതൊക്കെ തന്നെ ഐസ്ക്രീം മെൽറ്റ് ആവും. എന്നാ നിനക്ക് ഏതാ വേണ്ടത്? എനിക്ക് വേണ്ട, നീ കഴിച്ചോ. ആര്? ചേട്ടനോട് ചോദിച്ചു. ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനോട് ചോദിച്ചേ. അത് പോട്ടെ, സാരമില്ല, എനിക്ക് സ്ട്രോബെറി മതി. ഹാപ്പി അല്ലേ? പിന്നുണ്ടല്ലോ, നാളെ ആ പെൺകുട്ടിയെ കാണിച്ചു തരാം കേട്ടോ. ഇല്ലെങ്കില് എനിക്ക് ഇനി ഇതുപോലെ ഐസ്ക്രീം മേടിച്ചു തരേണ്ടി വരൂ. എന്താടാ? ഒന്നുമില്ല കുട്ടാ, നാളെന്തായാലും ഐസ്ക്രീം മേടിച്ചു തരേണ്ടി വരും കാണിച്ചു തന്നില്ലെങ്കില്. ശരി ശരി. ഹോ, പാവല്ലേ നിന്റെ ചേട്ടൻ, എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കണേ? അവൻ പാവൊന്നുമല്ല, അവന്റെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ. നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാം. എന്നാ പിന്നെ ഞാൻ പോവാണ്. ഓ, നിനക്ക് അമ്മന്റെ വീട്ടിലേക്ക് പോണായിരിക്കില്ലേ? എന്നാ ശരി. ഇവളെന്താ പോവാത്തെ? എന്തായിരിക്കും? നീ വരുന്നില്ലേ? അതല്ല, ഞാനേ ഇപ്പഴാ ഓർത്തെ. എന്ത്? മിക്കൊരു സ്ഥലം വരെ പോവാണ്ട്. എന്തിനാ? എന്തൊക്കെയോ ലിസ്റ്റ് തന്നിട്ടുണ്ട് അമ്മ, അത് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് മേടിച്ചിട്ട് വീട്ടിൽ പോവാ വിചാരിച്ചു. എന്നാ ശരി. ഇവളെന്തിനാ ബസ് കയറിയേ? ഇവള് ബസ്സിലല്ലല്ലോ സാധാരണ പോവല്. ചോദിച്ചു നോക്കിയാലോ? ഹലോ, ആരിത്? ഹൃതികോ? എന്താ? അല്ല, നീ സാധാരണ ബസ് കയറാറില്ലല്ലോ, ഇന്നെന്ത് പറ്റി? അതോ, ഞാനിന്ന് എന്റെ അമ്മന്റെ അടുക്ക് പോവാ, അതുകൊണ്ടാ കേറിയത്. നീ എവിടേക്കാ? ഞാനും എന്റെ അമ്മന്റെ അടുക്ക് തന്നെ. ഇവളെന്താ ഒന്നും സംസാരിക്കാത്തെ? എനിക്ക് നമ്പർ തന്നതും പോരാ, എല്ലാ ഡീറ്റെയിൽസും തന്നിട്ട് സംസാരിക്കുന്നില്ലല്ലോ. റീന, എന്താ? നീ എന്താ സംസാരിക്കാത്തെ? ഓ, ഇത് വലിയ ശല്യായല്ലോ. ഞാൻ സംസാരിക്കാൻ ഞാൻ അവന്റെ ആരാ? അത് പിന്നെ ഇവിടെ ആരെങ്കിലും കാണാ വിചാരിച്ചിട്ടാ. ഇവിടെ ആര് കാണാൻ? അയ്യോ, ആരെങ്കിലും കണ്ടാലോ? ഓ, അങ്ങനെ. എങ്ങനെയാണാവോ റാം ഇവനെ സഹിക്കുന്നേ? ചെലപ്പോ അതുകൊണ്ട് തന്നെ ആവൂലേ, സംസാരിക്കുന്ന ആരെയും കണ്ടാലേ വിചാരിച്ചിട്ടായിരിക്കും. കൊച്ചു കള്ളി. എന്തായാലും ഇവിടെ അങ്ങ് ഇറങ്ങാം. ഞാനിപ്പോ എന്തിനാ ദൂരെ പോന്നേ? റീന, ഞാനിപ്പോ ഇറങ്ങാൻ പോവാട്ടോ. ആ, ഇറങ്ങിക്കോ. ശല്യം പോയി കിട്ടി. എപ്പോഴും എന്റെ പിറകെ. ഓ, ചെലപ്പോ അവന്റെ അണി ഇന്ന് കണ്ടല്ലോ. ഞാനും റാമും സംസാരിക്കുന്നേ. ചെലപ്പോ അതറിയാവുന്നുള്ളൊരു അഹങ്കാരത്തിന് അടുക്കായിരിക്കും. എന്തും എന്നോട് പറയുകയൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടായിരിക്കും.